ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് എൻ്റെ കോളേജിൽ ഫെയർവെൽ ഡേ ആണ്. ഒരു ഹാപ്പി ആൻഡ് എമോഷണൽ ആയിട്ടുള്ളൊരു ഡേ ആണെന്ന്. സോ നമ്മളിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഒരുപാട് ലാഗ് അടിപ്പിക്കേണ്ട, എനിക്കും ടൈമില്ല ഗായ്സ്. നമുക്ക് വേഗം വീട്ടിലോട്ട് പോവാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ ഞാൻ വെയർ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. സോ ട്രഡീഷൻ ടൈപ്പ് തന്നെയാണെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തു. ബസ്സിലായതുകൊണ്ട് തന്നെ പിന്നെ സാരിയും കൂടെ ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വേഗമാണ് ഇറങ്ങിയത്. കാരണം കൂടുതൽ ടൈമായ ബസ്സിൽ തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. ഗൈസ്, അപ്പോൾ നമ്മളൊരു 9 മണിക്ക് മുന്നേ സ്ഥാപനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു, കുറേ പേര് വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സാരിയുടെ ഫുൾ ലുക്ക്. അതിനുശേഷം ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മേലെയാണ് നമുക്ക് പ്രോഗ്രാം നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫെയർവെല്ലിൻ്റെ ഡെക്കറേഷനൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഗൈസ്, അതിനുശേഷം നമ്മളെല്ലാവരും മേലോട്ട് വന്നു. പിന്നെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഗൈസ്, പിന്നെ ജൂനിയേഴ്സിൻ്റെ ഒരു ഫണ്ണി ആയിട്ടുള്ള അവാർഡ്സൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. ഗൈസ്, പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരമായപ്പോൾ നമ്മൾ താഴോട്ട് വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് ഗൈസ് താഴേക്ക്. സോ മേലെയാണ് പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്ര നേരം. സോ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും വരികയാണ്. ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ബെഞ്ചൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഹസി, അവരപ്പം ഡീസൻ്റ് ആയി. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മേലോട്ട് വന്നു. ഗൈസ്, പിന്നെ എൻ്റെ എമോഷനായിട്ടുള്ള കുറച്ച് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 2 വർഷത്തെ ജേണി ജൂനിയേഴ്സ് ഒരു വീഡിയോ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഗൈസ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, കാരണം ഭയങ്കര സങ്കടമുണ്ട്. സോ ഹോംവർക്ക്, അസൈൻമെൻറ്റ്, എക്സാം അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമൊന്നുമില്ല, കഴിയല്ലേ വേഗം അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ എല്ലാവരും വിട്ടു പോകല്ലേ. പിന്നെ ലാസ്റ്റ് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടം. ഗൈസ് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. ഇന്നത്തെ ഒരു ഡേ നല്ല രസമായിരുന്നു, അടിപൊളിയായി പോയി. സോ കുറച്ച് എമോഷനൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അടിപൊളിയായിരുന്നു. ഒരുപാട് അനുഭവങ്ങളൊക്കെ കിട്ടിയ ഒരു സ്ഥാപനമാണ് അത്. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഒരു മെയിനായിട്ടുള്ളൊരു ഞാൻ പഠിച്ചതിൽ വെച്ചിട്ട് മെയിനായിട്ടുള്ളൊരു സ്ഥാപനമാണത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി സേഫായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, ബൈ.